ഹലോ ഫ്രണ്ട്സ്, ഹോം ടെക് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന 4 പില്ലറുകളിലും ചെങ്കൽ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരം എന്ന് വിചാരിക്കുന്നു. കോട്ടയം ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സമീപം അമലഗിരിയിലാണ് എൻ്റെ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വർക്കിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വർക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നേരിട്ട് കണ്ടു നോക്കാം. നേരെ നമുക്ക് ഈ വർക്കിലേക്ക് പോകാം. ഈ കാണുന്ന പില്ലറുകളിലാണ് ഞാൻ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് മാസ്കിൻ്റെ പൊട്ടിക്കുന്ന ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം അത് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ലെങ്തായിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ മാസ്കിൻ്റെ പൊട്ടിക്കുന്ന വീഡിയോ ഇടാത്തത്. ബ്രിക്സ് പാറ്റേൺ രീതിയിലാണ് മാസ്കിൻ്റെ പൊട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മാസ്കിൻ്റെ ഒട്ടിച്ച് കിടക്കുന്നതിന് നേരിട്ട് ഇനിയും വർക്കിലേക്ക് പോകാവുന്നതാണ്. നമ്മളിവിടെ ഗാൽടെക്സിൻ്റെ പുട്ടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫൈൻ പ്ലാസ്റ്റർ, അതായത് ഗാൽടെക്സിൻ്റെ ചെറിയ തരിയുള്ള പുട്ടിയാണ് നമ്മളിവിടെ ഈ വർക്കിലേക്ക് എടുത്തിരിക്കുന്നത്. ഈ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ പ്രതലത്തിൽ പുട്ടി അപ്ലൈ ചെയ്ത് പോകുന്നു. അതിന് ശേഷമാണ് അധികം ഡ്രൈ ആകുന്നതിന് മുമ്പ് നമ്മൾ പാറ്റേൺ മേക്കിങ്ങിലേക്ക് മാറുന്നത്. കുറച്ച് ഭാഗം ഇങ്ങനെ പുട്ടി ഇട്ട് മാറിയതിന് ശേഷം നമ്മൾ പാറ്റേൺ ഇട്ട് മാറുകയാണ്. ചെങ്കല്ലിൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ യൂട്യൂബിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിന് ചെറിയൊരു വ്യത്യാസം വരുത്തുകയാണ്, കളറിങ്ങിൽ ചെറിയ വ്യത്യാസം വരുത്തുകയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് കളറിങ് സമയത്ത് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ പ്രതലത്ത് നമ്മളിങ്ങനെ പുട്ടി അപ്ലൈ ചെയ്ത് പോകുന്നു. അതിന് ശേഷം നമ്മുടെ 4 വിരൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പുട്ടി പാറ്റേൺ മേക്ക് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, അധികം നമ്മൾ പുട്ടി വലിച്ചിട്ടിങ്ങനെ പോകരുത്. അതായത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ബുദ്ധിമുട്ടാണ്, പാറ്റേൺ ഇടുന്നതിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് പുട്ടി ഇട്ടതിന് ശേഷം നമ്മൾ ഇത് പാറ്റേൺ മേക്കിങ്ങിലേക്ക് മാറേണ്ടതാണ്. അതല്ലെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുകൂടി പുട്ടി വലിച്ചിടേണ്ടി വരും. അപ്പോൾ കനം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മെറ്റീരിയൽ നഷ്ടമാകും. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് കുറച്ച് വായിട്ടതിന് ശേഷം നമുക്ക് ഉടൻ തന്നെ ഈ പാറ്റേൺ ഇട്ട് പോകാം. ഈ കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ പാറ്റേൺ ഇടേണ്ടത്. ഇപ്പം ഇതുപോലെ നമ്മൾ കുറച്ച് ഇപ്പോൾ ഇട്ടിരിക്കുന്ന പ്രതലത്തിൽ മുഴുവൻ നമ്മൾ ഇട്ട് മാറിയതിന് ശേഷം ഫൈബർ ട്രവലിട്ട് നമ്മളൊന്ന് ഒതുക്കി കൊടുക്കണം. അതിന് ശേഷമാണ് സ്റ്റീൽ ട്രവൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഇട്ട് മാറിക്കഴിഞ്ഞു ഒരല്പം നേരം കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ കാണിക്കുന്ന പോലെ തന്നെ ഫൈബർ ട്രവൽ ഉപയോഗിച്ച് നമുക്കിങ്ങനെ പരത്തി കൊടുക്കുക, നമ്മൾ ഒതുക്കി കൊടുക്കുക. അതിന് ശേഷം സ്റ്റീൽ ട്രവൽ ഉപയോഗിക്കുക. ഈ കാണിക്കുന്ന പോലെ സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് വലിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സ്റ്റീൽ ട്രവൽ ഉപയോഗിക്കാവൂ, അല്ല മൊത്തം അങ്ങ് പതുങ്ങിപ്പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ കോണുകളൊക്കെ വളരെ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ വർക്ക് ഏതാണ്ട് ഫസ്റ്റ് സ്റ്റേജ്, അതായത് മാസ്കിൻ്റെ പുട്ടി ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ മാസ്കിൻ്റെ പഴിച്ച ഭാഗമാണത്. ഫൈബർ ട്രവൽ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച ശേഷം മാസ്കിൻ ടേപ്പ് നമ്മൾ പറിച്ച് മാറ്റുകയാണ്. ഇപ്പോൾ മാസ്കിൻ്റെ മൊത്തം അഴിച്ചൊരു ഏതാണ്ട് ഉണങ്ങി വരുന്ന ഒരു ഭാഗത്തേക്ക് ആയി കിടക്കുകയാണ്. ഇനി നമുക്ക് പിറ്റേ ദിവസം കളറിങ്ങിലേക്ക് മാറാവുന്നതാണ്. ഇവിടെ നമുക്ക് കളറിങ് തുടങ്ങുകയാണ്. ബേസ് കോട്ട് അടിച്ച് 2 കോട്ട് ബേസ് കോട്ട് അടിച്ച് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ കളറിങ്ങിലേക്ക് മാറുന്നത്. മെയിൻ കളറിൽ, അതായത് ടോപ്പ് കോട്ട് അടിച്ച് മാറുന്നത്. ടോപ്പ് കോട്ട് നമ്മൾ മൊത്തം അടിച്ച് ഫില്ല് ചെയ്ത് ചെറിയ മഞ്ഞ ഷെയ്ഡ് കാണുന്ന രൂപത്തിൽ വേണം അപ്ലൈ ചെയ്ത് മാറാനായിട്ട്. മൊത്തം അടിച്ച് മറിക്കുകയല്ല ചെയ്യുന്നത്.
മൊത്തം അടിച്ച് മറിച്ച് കഴിഞ്ഞാൽ കാണാൻ ലുക്കില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഭാഗം നമ്മൾ കസ്റ്റമർ ആവശ്യപ്പെടുന്ന അധികം മഞ്ഞപ്പ് കാണണ്ട എന്ന രീതിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇച്ചിരി മഞ്ഞപ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇത് കസ്റ്റമർ ആഗ്രഹിക്കുന്നത് കുറച്ച് ഭാഗം കുറച്ച് മഞ്ഞ മതി, ബാക്കിയൊക്കെ റെഡ് കാണണം, ആ രീതിയിലാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് മാറുന്നത്. ഇവിടെ നമ്മൾ ചെറിയ ഡോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ആ ഡോട്ട് ഗ്രേയും വൈറ്റുമാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ചെറിയൊരു ഷെയ്ഡിന് വേണ്ടി ചെറിയൊരു നമ്മൾ കല്ല് കാണുമ്പോൾ ഒരു ചെറിയ ബ്ലാക്കൊക്കെ ഫീൽ കിട്ടാറുണ്ട്, വൈറ്റ്നെസ് ഒക്കെ ഫീൽ കിട്ടാറുണ്ട്. അതുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചെങ്കല്ല് ചെയ്യുമ്പോൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡോട്ട് അടിച്ചിട്ടിരിക്കുന്നത്. അതിന് ശേഷം അത് നമുക്ക് അധികം കാണുന്ന രൂപത്തിലല്ല നമ്മൾ ഇതിൻ്റെ ഫൈനൽ വരുമ്പോൾ കുറച്ച് ഒരു ബ്ലെൻഡായിട്ട് കിടക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ ആഗ്രഹിക്കുന്നത്. മെയിനായിട്ട് ഞാൻ ഈ വർക്കിനെ കുറിച്ച് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം പേപ്പർ പിടിക്കാൻ മറക്കരുത്. പേപ്പർ പിടിച്ച് സ്മൂത്ത് ചെയ്തതിന് ശേഷം ബേസ് കോട്ടിലേക്ക് മാറാവും. അതല്ലെങ്കിൽ നല്ല തടുപ്പൊക്കെ ഫീൽ കിട്ടും. അതുപോലെ തന്നെയല്ല നമ്മൾ മാസ്കിൻ ടേപ്പ് ഒഴിക്കുമ്പോഴത്തന്നെ ഈ കോണും മൂലയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കോണൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. അതിന് ശേഷമാണ് നമ്മൾ ബേസ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. അതിന് ശേഷം ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യും. ഈ കാണിക്കുന്ന രീതിയിൽ നമ്മൾ ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്ത് മാറുന്നു. ഇവിടെ നമ്മളിപ്പോൾ ടോപ്പ് കോട്ട് പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ ഇടയ്ക്കുള്ള പൊഴി വരച്ചു കൊടുക്കുക. ആ ലൈൻ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ എടുത്തില്ലെങ്കിൽ കാണാനൊരു ലുക്കില്ലാണ്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ആ പൊഴി കൃത്യമായിട്ട് വരച്ചു കൊടുക്കുന്നത്. ചില പ്രയാസമുള്ള പണിയാണ് പൊഴി വരയ്ക്കുക എന്നുള്ളത്, ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോലിയാണ്. അവിടെ കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ടച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മൾ ഈ പൊഴി വരച്ചു പോകുന്നത്.
പൊഴി വരച്ച് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ ക്ലിയർ അടിച്ചു പോകും. അതായത് നമ്മൾ ഇൻഡിഗോയുടെ സ്റ്റോൺ ക്ലിയറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇൻഡിഗോയുടെ സ്റ്റോൺ ക്ലിയർ നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് നല്ല സ്റ്റോൺ ക്ലിയറാണ്. ഏകദേശം എളുപ്പം ഉണങ്ങുകയും ചെയ്യും. നമുക്ക് പുട്ടിയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കവറിങ് കിട്ടുകയും ചെയ്യും. നല്ല ഗ്ലോസിനെസ് ഫീൽ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇൻഡിഗോയുടെ സ്റ്റോൺ ക്ലിയർ ഞാനിപ്പോഴും ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പോൾ ഇൻഡിഗോയുടെ സ്റ്റോൺ ക്ലിയറാണ് ഉപയോഗിക്കുന്നത്. വളരെ നല്ല സ്റ്റോൺ ക്ലിയറാണ്. ഇവിടെ എൻ്റെ വർക്ക് പൂർത്തിയായിരിക്കുകയാണ്. ചെങ്കല്ല് ഡിസൈൻ മനോഹരം എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും നാളും എൻ്റെ എല്ലാ വീഡിയോകൾക്കും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.